ആധുനിക ഇന്ത്യയുടെ ഊർജ്ജ മേഖല അതിവേഗം വളരുകയാണ്. വിദൂര പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ നഗരങ്ങളിലേക്ക് സുസ്ഥിര ഊർജ്ജം എത്തിക്കുന്നു. ഇത് ഭാവിയുടെ ശക്തിയാണ്. ഇന്ത്യൻ പവർ സെക്ടറിൽ വരാൻ പോകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് HVDC. 9 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് വരാൻ പോകുന്നത്. രാജസ്ഥാനിലും ലഡാക്കിലും ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടമില്ലാതെ എങ്ങനെ 1000 കിലോമീറ്റർ അകലെയുള്ള നഗരങ്ങളിൽ എത്തും? അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശം ഒരു ധാരണയിലുള്ള ഒരു പിക്ചറാണ്, ഒരു AI പിക്ചറാണ് സ്ക്രീനിലിപ്പം കൊടുത്തിട്ടുള്ളത്. സാധാരണ ലൈനുകൾ കൊണ്ട് അത് നടക്കില്ല. ഇവിടെയാണ് HVDC എന്ന സാങ്കേതിക വിദ്യ കൊണ്ടുള്ള നമുക്കുണ്ടാകുന്ന പ്രയോജനം. ഇതിന്റെ പ്രധാന ഓർഡറുകൾ ലഭിച്ചിരിക്കുന്ന കമ്പനികൾ ഹിറ്റാച്ചി എനർജി, ബെല്ല്, സൈമൺസ്, GE വെർണോവോ എന്ന ഈ പ്രധാനപ്പെട്ട കമ്പനികൾക്കാണ് ഇതിന്റെ ഓർഡേഴ്സ് ലഭിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിതിന്റെ ചാർട്ട് എങ്ങനെയാണ് നിലവിലുള്ള സാഹചര്യം നോക്കാം. ഇത് ഒരു ലോങ് ടേം റണ്ണിനായിരിക്കും സാധ്യത. നിലവിൽ ഹിറ്റാച്ചിയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്ത സമയത്ത് ഇതെല്ലാം റെസിഡൻസ് ഏരിയകളായിരുന്നു. ബാക്കിയുള്ള ചാർട്ടും കൂടെ നോക്കണം. നോക്കിയിട്ട് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം വേണമെങ്കിൽ നോക്കാം. ഇത് ആദ്യത്തെ സ്റ്റോക്ക് അത് CG പവറാണ്. ഇത് പ്രത്യേകിച്ചൊരു ട്രെൻഡൊന്നും പറയാൻ വേണ്ടിയില്ല. ഇത് ഏകദേശം ഒരു 2 വർഷം കൊണ്ട് ഒരു സൈഡ് മൂവാണ്. പ്രത്യേകിച്ചൊരു മൂവ്മെന്റ് ഒന്നുമില്ല. അപ്പം നിലവിലെ ഈ ഹൈകളൊക്കെ മറികടന്ന് പോയാൽ മാത്രമേ നമുക്കൊരു പ്രതീക്ഷ പറയാൻ പറ്റുള്ളൂ. 800, 811 റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ഏരിയയൊക്കെ മറികടന്ന് പോണം. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ട് വരാനാണ് ചാൻസ്. ഈ ഒരു 503 റേഞ്ചിലോട്ടൊക്കെ വരാം. ഇവിടെ ഒരു FEG വേണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടൈമിൽ വേണമെങ്കിൽ നോക്കാം. ഈ ഒരു 620 റേഞ്ച്. ആ ഒരു റേഞ്ചിനകത്തുനിന്ന് സപ്പോർട്ട് എടുത്ത് കയറുകയാണെങ്കിൽ മാത്രം നമുക്ക് അവിടുന്ന് ഒരു എൻട്രി പരിഗണിക്കാം. സ്റ്റോപ്പ് ലോസ് ആ എൻട്രിക്ക് താഴോട്ട് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് വേണമെങ്കിൽ നോക്കാം. ഇതൊരു പെർഫെക്റ്റ് എൻട്രി എന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിലവിലെ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെന്റ് തരണമെങ്കിൽ അവിടെ ഒരു റീടെസ്റ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാവുന്ന ഒരു സ്റ്റോക്കാണ് CG പവർ. നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹിറ്റാച്ചി എനർജി ഇന്ത്യ ലിമിറ്റഡ്, പവർ ഇന്ത്യ എന്ന് പറയും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റോക്ക്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. നിലവിൽ പ്രത്യേകിച്ച് ഇത് ചാർട്ട് വരയ്ക്കണമെന്നില്ല. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇത് ഇപ്പം നിലവിലൊരു ആ റെസിസ്റ്റൻസ് ഏരിയയാണ്. മെയിൻ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടില്ല. പ്രൈസ് നമ്മൾ ഈ ഒരു ഏരിയയായിട്ട് കണക്ട് ചെയ്ത ആ ഏരിയ വെച്ച് ഇതുവരെ മറികടന്നിട്ടില്ല. ആ ഒരു ഏരിയ തന്നെയാണ് ഇപ്പം പ്രൈസ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ മന്ത്ലി ക്യാൻഡിലോട്ട് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മദർ ക്യാൻഡിലാണ്. അതിൻ്റെ ഇടത് സൈഡിലെയും വലത് സൈഡിലെയും ക്യാൻഡിൽ ഒരു FPC ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഈ ക്യാൻഡിൽ ഈ മാസത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഇരിക്കും. മാർച്ച് മാസത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. മിക്കവാറും ഈ മാർച്ച് മാസത്തെ ഈ ക്യാൻഡിൽ ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കാനാണ് ചാൻസ്. അത് മുകളിലോട്ടും താഴോട്ടും പോകേണ്ട സാധ്യതയില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു FPG ഏരിയ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഈ ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ. ഇനിയും ദിവസങ്ങളുണ്ട്. അത് നോക്കണം. അപ്പം ചെന്നിട്ട് ഏപ്രിലിൽ വരുന്ന ക്യാൻഡിൽ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് 19,898 റേഞ്ചിൽ ടച്ച് ചെയ്ത് കയറിയാൽ നമുക്ക് അവിടെ നിന്ന് നല്ലൊരു എൻട്രി പോയിന്റാണ്. അല്ലെങ്കിൽ പിന്നെ പ്രൈസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യണം നോക്കണം. നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഈ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ മറികടന്ന് പോണം. പോയാൽ മാത്രമേ നല്ലൊരു ബെസ്റ്റ് ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിലവിലല്ലാതെ നമ്മൾ സാധാരണ നോക്കണത് ഇവിടെ നിലവിൽ ഹൈ ബ്രേക്ക് ചെയ്ത് 22,840 ബ്രേക്ക് ചെയ്യുമ്പം തന്നെ നമ്മൾ എൻട്രി എടുക്കണതാണ്. പക്ഷേ ഈ റെസിസ്റ്റൻസ് ഏരിയയും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പം പ്രൈസിന് അടുത്ത് താഴോട്ട് വരുമോ ഇല്ല എന്നൊക്കെ നോക്കണം. എവിടെ സപ്പോർട്ട് കിട്ടുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് താഴത്തെ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിയ ശേഷം നോക്കണമായിരിക്കും നല്ലത്. ഇപ്പം മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ബെല്ലാണ്. ബെല്ല് നമ്മൾ നേരത്തെ ഹിറ്റാച്ചി പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 436 മുകളിൽ നല്ലൊരു വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ അത് പ്രതീക്ഷയുള്ള ഒരു ഏരിയ ആയിരുന്നെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഈ ഏരിയകളിലൊക്കെ താഴോട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം പ്രൈസ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. 473 റേഞ്ച് വരെയൊക്കെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെല്ലിലെ ചാർട്ട് ഈ രണ്ട് റെസിസ്റ്റൻസ് ഏരിയയും കണക്ട് ചെയ്ത് പറഞ്ഞ ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ 517 മുകളിലൊരു റെസിസ്റ്റൻസ് ഏരിയ കിട്ടും. ഇതിന് നേരെ മുകളിൽ പ്രൈസ് ഈ ഒരു ലെവലിൽ സ്റ്റേ ചെയ്താണ് കയറി പോവുകയാണെങ്കിൽ ഇത് 530, 540 റേഞ്ചിലോട്ടൊക്കെ വലത്തോട്ട് നീങ്ങുന്ന അനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഇപ്പം ചെറിയ നമ്മൾ അന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയ ഒരു ആ ട്രെൻഡ് ലൈനാണ്. ആ ട്രെൻഡ് ലൈൻ കറക്റ്റാ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അങ്ങനെ നോക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ ഇത് വരച്ചത് കൊണ്ട് ആ ഒരു ഏരിയയിൽ കൂടെ പോകണമെന്നല്ല. നമുക്ക് ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുമ്പം ആ സ്റ്റോക്കിന് നോക്കാം. ആ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയെന്നേ ഉള്ളൂ. അപ്പം നിലവിൽ ഷോർട്ട് ടൈമിൽ നമുക്കൊരു 500, 520 ആ റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് ബെല്ലിൽ തന്നെ ഉണ്ട്.
അപ്പോൾ നല്ലൊരു എൻട്രി കിട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് പരിഗണിക്കാവുന്നതാണ്. നിലവിൽ കുഴപ്പമില്ല. എന്നാലും അടുത്ത ആഴ്ചത്തെ ക്യാൻഡിൽ നോക്കണം. നമുക്ക് റെസിഡൻസ് ഏരിയ അടുത്താണ്. 520-നകത്ത് റെസിഡൻസ് ഏരിയ കിട്ടും. ഇത് 4-മത്തെ സ്റ്റോക്കാണ് സൈമൺസ് എനർജി. ഇത് 2025 ജൂൺ മുതലുള്ള സ്റ്റോക്കാണ്. 1 വർഷം ആയില്ല. അപ്പം പ്രത്യേകിച്ചൊരു ട്രെൻഡൊന്നും നമുക്ക് പറയാൻ വേണ്ടിയില്ല. നമുക്കിവിടെ ഒരു എൻട്രി ആയിരുന്നു. ഈ ഒരു ലെവലിലായിരുന്നു എൻട്രി. ഈ ഒരു ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടുന്നൊരു എൻട്രി ആയിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നടന്ന ശേഷം പ്രൈസ് ആ ഒരു ട്രെൻഡ് ലൈനിന്റെ അടുത്ത് വരെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോയത്. ഇവിടുന്നായിരുന്നു നല്ലൊരു എൻട്രി. നമുക്കിനി ഒരു പുതിയൊരു എൻട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് വീക്ക്ലി ക്യാൻഡിലിൽ ഒരു പ്രത്യേകതയൊന്നും കാണാനില്ല. ഒരു ട്രെൻഡായിട്ടൊന്നും പറയാനില്ല. നമുക്കിപ്പോൾ നോക്കേണ്ടത് വേണമെങ്കിൽ മന്ത്ലി ക്യാൻഡിൽ നോക്കാം. മന്ത്ലി ക്യാൻഡിലിൽ ഈ മുകളിൽ നിന്ന് താഴോട്ട് വന്ന ഏരിയ ഇതൊരു FVG ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടണം. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴും ഇതൊരു FVGയുടെ ഒരു ഗ്യാപ്പായിട്ട് കണക്ക് കൂട്ടാം. ഇത് സെൻട്രലിൽ നിൽക്കുന്ന ഒരു മദർ ക്യാൻഡിലാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ചാൽ അതിൻ്റെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. 3022 നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. കഴിഞ്ഞ മാസത്തെ ക്യാൻഡിൽ ഒരു മദർ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് അവിടെ സ്റ്റേ ചെയ്യണം. അപ്പം ഇടത് സൈഡിലും ഒരു FVG ഉണ്ട്, വലത് സൈഡിലും ഒരു FVG ഉണ്ട്. നമുക്കപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് വീക്ക്ലി ക്യാൻഡിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ച് 3022-ന് മുകളിൽ പ്രൈസ് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇവിടുന്ന് നല്ലൊരു വീഴ്ചയിലോട്ട് പോവേണ്ട സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു റേഞ്ച് ഇതിൻ്റെ FVGയിലോട്ട് ഇറങ്ങേണ്ട സാധ്യതയുണ്ട്. 2641 ഇറങ്ങേണ്ട സാധ്യതയുണ്ട്. ഇവിടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ പിന്നെ റിസ്ക്കാണ്. അപ്പോൾ അടുത്ത മൂവ്മെൻ്റൊക്കെ നോക്കിയിട്ട് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ സൈമൺസ് എനർജി ഇന്ത്യ ലിമിറ്റഡ് ലോങ് ടൈമിലത്തേക്ക് നോക്കാവുന്നതാണ്. നിലവിൽ ബെസ്റ്റ് എൻട്രി എന്ന് പറയാൻ പറ്റൂല. ഈ ഒരു ഏരിയ മറികടക്കോ ഇല്ലേ എന്ന് നോക്കണം വരുന്ന ആഴ്ചകളിൽ. ഇത് അവസാനത്തെ 5-മത്തെ സ്റ്റോക്കാണ് GE വെർണോവോ. അപ്പോൾ ഇത് നിങ്ങൾക്കിത് ചാർട്ട് പഠിക്കുന്നവർക്ക് വരച്ച് നോക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഡൗൺ ട്രെൻഡ്, അപ്പ് ട്രെൻഡൊക്കെ നമുക്ക് ഈ ഒരു ഏരിയകളിലൊക്കെ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വരച്ച് നോക്കാം. വരച്ച് നോക്കിയിട്ട് പ്രൈസുകളുടെ മൂവ്മെൻ്റൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഏരിയ നിന്നാണ് ബ്രേക്ക് ചെയ്ത് പോണത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി നോക്കാം. പഴയ ചാർട്ടുകളൊക്കെ എടുത്ത് നോക്കി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ചാർട്ടിലോട്ട് വരികയാണെങ്കിൽ വീണ്ടും നേരത്തെ കണ്ട ആ സ്റ്റോക്കുകളുടെ അതേ ഗതി തന്നെയാണ്. GE വെർണോവ നിലവിൽ ആ 2024 ജൂൺ മുതലുള്ള ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയ. അത് ഇതുവരെ മറികടന്നിട്ടില്ല. അപ്പോൾ ഇത് മറികടക്കുകയാണെങ്കിൽ മാത്രമേ നല്ലൊരു എൻട്രി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ഇതൊരു എൻട്രി പോയിന്റ് എന്ന് പറയാൻ വേണ്ടിയില്ല. അപ്പോൾ നിലവിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ മറികടക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല എൻട്രിയാണ്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയോട് ചേർന്നാണ് പ്രൈസ് മൂവ് ചെയ്യണമെങ്കിൽ ഒരു 4000, 5000-ന് മുകളിലോട്ട് ഇങ്ങനെ ഈ ഒരു റേഞ്ചിന് അത് പോണമെന്ന് പറയാൻ പറ്റൂല. ഈ ഒരു റേഞ്ചിന് പോവുകയാണെങ്കിൽ മാത്രം റെസിസ്റ്റൻസ് മറികടക്കാതെ പോയാലും പ്രൈസിൽ മാറ്റം വരാം. അല്ലെങ്കിൽ നല്ലൊരു എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു FVG കിടപ്പുണ്ട്. വീക്ക്ലി ക്യാൻഡിലിൽ ഇവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. 3152 അല്ലെങ്കിൽ ആ മദർ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 3280-നകത്തൊക്കെയാണ് പ്രൈസ് സപ്പോർട്ട് എടുത്ത് കയറുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു എൻട്രി നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു FVG ഈ ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. 3273 അകത്ത് സപ്പോർട്ട് കിട്ടി കയറുകയാണെങ്കിൽ അതിൻ്റെ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ 3152 2765-നകത്തായിരിക്കും അടുത്തൊരു FVG ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലോട്ട് ഇറങ്ങിയാൽ പിന്നെ അവിടെ ഒരു സപ്പോർട്ട് കിട്ടി കയറുന്ന സമയത്ത് വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് കിട്ടിയിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ അവിടെ നിന്ന് നോക്കാം. അതാണ് നല്ലൊരു എൻട്രി പോയിന്റ്. ഈ ഒരു ലെവലിൽ നിന്നൊക്കെ വിട്ട് താഴോട്ട് വരികയാണെങ്കിൽ പിന്നെ 2243 റേഞ്ചിലായിരിക്കും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പുള്ളത് ദാ ഈ ഒരു റേഞ്ച് 2569-ലായിരിക്കും അതിന് മുമ്പൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു ഏരിയ. മുമ്പ് സപ്പോർട്ട് എടുത്തൊരു ഏരിയ. ഈ റേഞ്ചുകളിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് എൻട്രിയാണ്. അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇതിൻ്റെ ബിസിനസ് സാധ്യതകളൊക്കെ കണ്ട് വേണമെങ്കിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ കറക്ഷൻ വന്ന് ഈ ഒരു ലെവലിലോട്ട് വീണാൽ ആ ഒരു ലെവലിൽ നമുക്ക് ആവറേജ് കണക്കിന് വേണമെങ്കിൽ നോക്കാം. അല്ലാതെ പ്രത്യേകിച്ചൊരു എൻട്രി ആയിട്ടൊന്നും പറയാൻ വേണ്ടിയില്ല. ഇതിപ്പോൾ നിലവിൽ നമ്മൾ മന്ത്ലി ക്യാൻഡിലോട്ട് വന്നാലും ഇതൊരു മദർ ക്യാൻഡിലാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ നിലവിൽ വന്നിരിക്കുന്ന ക്യാൻഡിൽ ഈ മാസം ഇവിടെ ക്ലോസ് ചെയ്യുമോ നോക്കണം ഈ ഒരു റേഞ്ചിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു FVG വരാം. 3284 റേഞ്ചിൽ നിന്ന് ഒരു FVG നമുക്ക് നോക്കാം. ഈ ലാസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണത് പോലെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പിന്നെ അടുത്ത മാസം ഏപ്രിലിൽ പ്രൈസ് താഴോട്ട് ഇറങ്ങി ആ ഒരു റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുകയാണെങ്കിൽ അവിടെ നിന്നൊരു എൻട്രി ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് അടുത്ത ക്യാൻഡിൽസ് ഒക്കെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. നിലവിലെ സാഹചര്യം അനുസരിച്ച് ബെസ്റ്റ് എൻട്രി അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞാലേ
അടുത്ത വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ചാനലൊന്ന് ഫോളോ ചെയ്യുക.